കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ബാമയും ചന്ദ്രമതിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പുറത്തൊരു കാറിന്റെ ഓണടി ശബ്ദം കേട്ടെ. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ അവര് വന്നെന്ന് തോന്നുന്നു ബാമയെന്ന് പറയണം. രവീന്ദ്രൻ എഴുന്നേറ്റു. അതെ ഇങ്ങോട്ട് വന്നേ മനുഷ്യാന്ന് പറയണ. അവരെ സ്വീകരിക്കേണ്ട സിറ്റ് ഔട്ടിലേക്ക് ചെല്ലണ്ടേന്നൊക്കെയാണ്. ഞാൻ വരണോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കണ്ണിരുട്ടുവാണ്. രവീന്ദ്രൻ ആ പുറകെ പോവാണ്. അങ്ങനെ അവർ ചെന്ന് നിന്നപ്പോഴത്തേനും കാറിന്റെ ഡ്രൈവറാണ് സീറ്റിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ചന്ദ്രമതി ചോദിച്ചു, അല്ല ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? ഓ ഇറങ്ങുന്നുള്ളായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഡ്രൈവർ പെട്ടെന്ന് അവരാരും വന്നില്ല എന്ന് പറയാം. വന്നില്ല അതെന്താ? അല്ല ചെറുക്കന്റെ അമ്മയാണെന്ന് ചോദിക്കുക. അതെ ചെറുക്കന്റെ അമ്മയെന്ന് പറയാം. നിങ്ങൾ എന്താ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്ന് ചോദിക്കുകയാണ്. ചെറുക്കൻ മുമ്പൊരു കല്യാണം ആലോചിച്ചായിരുന്നു. കല്യാണം കതിർ മണ്ഡപത്തിൽ വെച്ച് ചെറുക്കൻ ഓടിപ്പോയെന്നുള്ള സത്യമൊക്കെ നിങ്ങൾ എന്തിനാ മറച്ചു വെച്ചെന്ന് ചോദിക്കുക. അത് ബാമയോടും കൂടെ ആയിട്ടാ ചോദിച്ചേ. നിങ്ങൾ ഈ ചതി ചെയ്യണ്ടായിരുന്നു പറയണം. ബാമ പറഞ്ഞു, അത് പിന്നെ മുതലാളി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കല്യാണപ്പന്തലിൽ നിന്ന് ഒളിച്ചോടി പോയ ഒരു ചെറുക്കന് തന്റെ പെണ്ണിനെ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സത്യങ്ങളൊക്കെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ നിങ്ങൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞപ്പം എന്റെ മോളെ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നാളെ ഒരു പക്ഷെ ഈ കല്യാണം വരെ ചില ഉറപ്പിച്ചതിന് ശേഷം കതിർമണ്ഡപത്തിൽ ഇനിയും ചെറുക്കൻ ഓടിച്ചോടിപ്പോയത് ആര് കണ്ടു? അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന് പറയാണ്. ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണ് ചന്ദ്രമതി. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. പുറകെ നിന്ന് സച്ചിയുടെ മുഖത്തൊരു പൂത്തിരി അങ്ങ് കത്തി. രേവതിയുടെ മുഖം സന്തോഷത്താലൊന്ന് വിടർന്നു. കൊള്ളാം, തനിക്കിട്ട് പണി തന്നാലാ കതിർമണ്ഡപത്തെ തിരിച്ച് തന്നെ കരയിച്ചവനാ. അങ്ങനെ തന്നെ വേണമെന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ഡ്രൈവർ പറയാ, അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. നിങ്ങളല്ലേ എന്റെ ഇടയെന്ന് ബാമയോട് ചോദിക്കണം. അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട, നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ മുതലാളി ഇരിക്കുന്നതെന്ന് പറയാണ്. ഇങ്ങനൊരു ചതി ആ കുടുംബത്തോട് ചെയ്താൽ മുതലാളിക്ക് സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾക്കെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ വരായിരുന്നോ? ഇങ്ങനെ ഒരു ആലോചന വന്നു കഴിഞ്ഞപ്പോ അങ്ങനെയായിരുന്നെങ്കിൽ മുതലാളി സമ്മതിച്ചാലും. ഇതിപ്പോ ഇങ്ങനെയുള്ള നെറുകേട് കാണിച്ചവനെ എങ്ങനെ എന്റെ മോളുടെ ഭർത്താവാക്കുന്ന മുതലാളി പറയുന്നേ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല, ഇനി ഇത് പ്രതീക്ഷിച്ചിരിക്കേണ്ട, അവരാരും വരില്ല എന്ന് പറയാണ്. സച്ചിക്ക് അവിടെ കിടന്ന് തുള്ളി ചാടണം തോന്നി. സച്ചി പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് വരുവാണ്. അയാളെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാം, നമ്മളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാന്ന് പറയണേ. ഒരു ഡിപ്പാർട്ട്മെന്റ് അതെന്താ? അല്ല നമ്മൾ രണ്ടും ഇതേ, ഞാനും ഡ്രൈവറ് ചേട്ടനും ഡ്രൈവർ, അതാ പറഞ്ഞത്. രണ്ടുപേരും ഡ്രൈവർമാരായതുകൊണ്ട് ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്. ഓ ഇപ്പൊ അങ്ങനെ മനസ്സിലായെന്ന് പറയാണ്. അല്ല എനിക്ക് ഈ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. ഇത് ചെറുക്കന്റെ അമ്മ കേട്ടോ, എന്തെങ്കിലും പറയാണ്ടേ ഇങ്ങോട്ട് പറഞ്ഞു. ഇനിയിപ്പൊ അതിൽ കൂടുതൽ പറയണ്ടേ പുറകെ നിൽക്കുന്ന ചെറുക്കന് അവനോട് പറഞ്ഞു കേട്ടോ. കതിർ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയത് അവനെ കുറിച്ച് ഇനി കൂടുതൽ അറിയണമെങ്കിൽ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തന്നോളാം. ഇനിയിപ്പൊ അതും പോരെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി എന്ന് പറയാണ്. അമ്മ പറഞ്ഞു തന്നോളൂ എന്ന് പറയാ. അയാൾക്കാണ് ആകെപ്പെട്ടൊരു അന്താളിപ്പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ? സാധാരണ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും എല്ലാരും ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ഇവരൊരു കുലുക്കം ഒന്നും കാണുന്നില്ല. എന്താ സംഭവിച്ചത്? പെട്ടെന്ന് സച്ചി അവിടത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോവാണ്. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓ എന്താ ഒന്ന് കൊടുക്കുന്നത്? ഇത്ര നല്ലൊരു സന്തോഷ വാർത്തയായിട്ട് വന്നല്ലേ. നേരെ അടുക്കളയിലേക്ക് എന്നു. അവിടെ ബജിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബജിയും കാര്യങ്ങളും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ അത് എന്നിട്ട് അതെല്ലാം ഒരു ബോക്സിനകത്തേക്ക് എടുക്കുവാണ്. ഇത് കൊണ്ടേ കൊടുക്കാം. എന്നിട്ട് സച്ചിയും കൂടെ ഓടി വരുവാണ്. എന്തേ ഇത് വെച്ച ചേട്ടാന്ന് പറയാണ്. പോകുന്ന വഴിക്ക് കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടേ പിള്ളേരെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് സന്തോഷമായിട്ട് കഴിച്ചോളം പറയണേ. അല്ല ഇതെന്തിനാ? ഇതെന്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ എന്ന് പറയാണ്. ഡ്രൈവർക്കൊന്നും മനസ്സിലായില്ല. സച്ചി സന്തോഷത്തോടെ തന്നല്ലെന്ന് ഓർത്തോണ്ട് പുള്ളിക്കാരൻ നിരസിച്ചില്ല. അത് വാങ്ങിച്ച് ശരി എന്നാ നമുക്ക് പിന്നെ കാണാം കേട്ടോ ചേട്ടാന്ന് പറയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ കൂടെ പോയപ്പോ തന്നെ ആകെപ്പാടെ അന്താളിച്ചിരിക്കുകയാണ് ചന്ദ്രമതി. ചന്ദ്രമതി അടുത്തേക്ക് രവീന്ദ്രൻ മന്ത്രിച്ചു, നിനക്കിത് എന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന ചന്ദ്രേ? നിന്നോട് ആദ്യമേ ഞാൻ പറഞ്ഞതാ, എന്തേലും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും മുമ്പ് അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണമെന്ന്. ഇപ്പൊ നീ എല്ലാം ഒളിച്ചു വെക്കാൻ ശ്രമിച്ചില്ലേ, എന്നിട്ട് പണി കിട്ടിയില്ലേ നിനക്ക്? അല്ലെങ്കിലും അവനൊരു വേലയും കൂലി ഇല്ലാതെ അവനെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അവനൊരു ജോലിയൊക്കെ ആയിട്ട് പോരായിരുന്നോ? ഇടപെടിന്ന് എന്തിനാ ഇങ്ങനെ ആലോചനയായിട്ട് വന്നേന്ന് ചോദിക്കണം. ബാമ പറഞ്ഞു, എന്റെ കയ്യിലാ തെറ്റ്, ഞാൻ അവരോട് സത്യങ്ങളൊക്കെ പറയേണ്ടതായിരുന്നു. ഒരുപക്ഷെ കല്യാണം മുടങ്ങിയാലോ എന്നോർത്ത് പറയാതിരുന്ന. സച്ചി പറഞ്ഞു, അതുകൊണ്ടിപ്പോ മുടങ്ങിയില്ലോ. എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളങ്ങള്. ആനയായി അമ്പാരിയായി അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം വീട് തിരിച്ചു മറിക്കുമല്ലായിരുന്നു. ഇപ്പൊ ആണ്ടേ മല പോലെ വന്ന് എലി പോലെ പോയെന്നുള്ളൊരു അവസ്ഥയായി പോലെ. എന്റെ ഭഗവാനെ, എനിക്ക് ഈ കാഴ്ച കണ്ട് നിൽക്കാൻ പറ്റുന്ന നമ്മൾ സച്ചിയുടെ സന്തോഷം കൊണ്ടാണ് തുള്ളിച്ചാടുവാണ്. രേവതിയുടെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് സുധീരുടെ അടുത്തേക്ക് എന്നു, എന്റെ പൊന്നു മോനെ, ഇപ്പൊ നിന്റെ പുറത്ത് വെച്ചിരുന്ന കുറെ PG ഒക്കെ ആ ബോർഡൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് നിന്റെ സുധീന്ന് എഴുതിയതിന്റെ പേരിന്റെ താഴെ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കതിർ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയന്, പെണ്ണിനെ ചതിച്ചവന്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്റെ ബയോഡേറ്റ എഴുതി വെക്കാം. ഇനിയിപ്പൊ നിന്റെ കല്യാണം ആലോചിച്ച് വരുന്നവർക്ക് അത് ആദ്യം അറിയേണ്ടത്. ഇല്ല പിന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ കല്യാണം മുടങ്ങുമല്ലോ. ആദ്യം ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്ന പെണ്ണാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയാം.
ശ്രുതിക്കാണെങ്കിൽ മുഖത്തടി, ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നല്ല. ശ്രുതി അങ്ങോട്ട് സങ്കടപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ചന്ദ്രമതി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ സച്ചി, നിന്റെ ഈ തോന്നിയാസം എന്തോ ആന്ന് വിചാരിക്കലെന്ന് പറയാ. പിന്നെ ഞാൻ സന്തോഷിക്കണ്ടേ? ഇപ്പം മനസ്സിലായ വേദന എന്താന്ന്. ആ കതിർ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ മോനെ ഓടിപ്പോയ സമയത്ത് അവിടെ ഇതുകൊണ്ട് ഞാൻ താലി കെട്ടി പെണ്ണ്, ഇവളും ഇവളുടെ അമ്മയും അങ്ങനെ പറയും വീട്ടുകാരെല്ലാരും എത്രമാത്രം വേദനിച്ചെന്നറിയാവോ. അതിനെ നാലിലൊന്ന് വേദന പോലും ആയിട്ടില്ലത്. ഒരു കല്യാണോ ആലോചന വന്നല്ലേ ഉള്ളൂ, അത് മുടങ്ങിപ്പോയപ്പോ ഇത്ര വിഷമോ. എന്തൊക്കെയായിരുന്നു വലിയ വീട്ടിൽ നിന്ന് ഇവിടെ എന്തൊക്കെ പ്രകടനങ്ങൾ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഉള്ള സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞ ആയിരുന്നെങ്കിൽ. ഓ, അപ്പൊ നിങ്ങൾക്ക് അഭിമാന പ്രശ്നമായിരുന്നല്ലോ മൂത്ത മോന്റെ കാര്യത്തില്. അതൊന്നും അറിയിക്കാതെ ഒളിച്ച് കല്യാണം നടത്താൻ ശ്രമിച്ചല്ലേ, പൊട്ടി പാളി സായിപ്പോയല്ലേ എന്ന് ചോദിക്കാണ്. ചന്ദ്രമതി ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. രവീന്ദ്രൻ പറഞ്ഞു സച്ചി മതി നിർത്താക്കാൻ പറഞ്ഞാണ്. സച്ചി പറഞ്ഞു ഇത് നമുക്ക് ആഘോഷിക്കണ്ട അച്ഛാ. എങ്ങനെ ആഘോഷിക്കായിരിക്കും, നല്ല സന്തോഷകര കാര്യമല്ല നടന്നേന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന സച്ചി മുറിയിലേക്ക് ചെല്ലുമ്പോൾ രേവതി അവിടെ ഇരിപ്പുണ്ട്. സച്ചി അവിടെ ചെന്നിട്ട് അലമാരിക്കകത്ത് കുറെ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇടുവാണ്. കുറെ തപ്പിട്ട് ഒന്നും കിട്ടിയില്ല. അതെന്ത് ചെയ്യുന്ന ചോദിക്കണം. രേവതി ചോദിച്ചാൽ എന്ത്, അല്ല എന്റെ ആ പച്ച ഷർട്ട് എന്ത് ചോദിക്കണം. അവിടെ എവിടെയും കാണും നോക്കാൻ പറയണം. അതെന്താ നിനക്ക് എടുത്തു തന്നാലേ, നീ അല്ലേ ഇവിടെ അലമാരിയിൽ അടുക്കി വെച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പം രേവതി എന്നെക്കൊണ്ടും പറ്റത്തില്ല എന്ന് പറയണം. ഓഹോ, അതെന്താ ഇപ്പൊ പറ്റത്തില്ലാത്ത, അല്ല നിനക്ക് എന്താ പറ്റി, കുറെ സമയം ഇടയാ ശ്രദ്ധിക്കുന്നത് പറയണം. രേവതിക്ക് ദേഷ്യം വന്നു. രേവതി പറഞ്ഞു അല്ല നിങ്ങളുടെയൊക്കെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാനും അടുക്കി വെക്കാനും മാത്രമാണല്ലോ നിങ്ങൾ എന്നെ കണ്ടേക്കുന്നേ. അല്ലല്ല, നിന്നെ ഞാൻ ഭാര്യയായിട്ട് കണ്ടിട്ടുണ്ട്, നിന്റെ കഴുത്തിൽ താലി ആർത്തി ഞാനില്ലെന്ന് ചോദിക്കുകയാണ്. അതെ അതെ, ആ ചിന്തയുണ്ട് നിനക്ക്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തൊക്കെയാ പറയുന്നേ. നീ എന്റെ തല കയറി അന്ന് തുടങ്ങിയതാണല്ലോ എന്റെ കഷ്ടകാലം എന്നല്ലേ പറയണേ. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ താലി കെട്ടിയെന്നല്ലേ പറയണേ. അതുപോലെ തന്നെ ഞാനും എന്റെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, എന്റെ അമ്മയും നിങ്ങളുടെ അച്ഛനും പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നേ കഴുത്ത് നീട്ടി തന്നെ. എപ്പോഴാരുടെ മുന്നിൽ വെച്ച് എന്നെ ചെറുതാക്കുന്ന സമയത്തെല്ലാം ഞാനിതും പറയാറില്ലായിരുന്നു. പക്ഷെ ഇനി ഇതിങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല നിങ്ങളുടെ മുന്നിനെ തല കുണിച്ച് നിർത്തിയത്. എന്റെ അമ്മയുടെ നിങ്ങളുടെ അച്ഛനെയൊക്കെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു ഇതെങ്കിലും നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. അതെങ്ങനെ ബോധമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് പറയണം. സച്ചി പറഞ്ഞു അതേടി എനിക്ക് ബോധമില്ല, എനിക്ക് ബോധമില്ലാത്തോണ്ടല്ലേ നിന്റെ കഴുത്ത് ഞാൻ താലി ആർത്തിയെന്ന് ചോദിക്കുക. താലി ആർത്തി വലിയ മഹത്വമായിപ്പോയി. താലി ആർത്തിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ചോദിക്കുക. താലി ആർത്തിട്ട് എന്ത് കാണിച്ചെന്ന് പറയാൻ. കഴിഞ്ഞ ദിവസം പാർട്ടിക്കാന്ന് പറഞ്ഞ് ഭാര്യനെ കൊണ്ടുവരുന്ന നിങ്ങൾ എന്താ കാണിച്ചത്? അവിടെ കാണിച്ച കോപ്രായങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയെന്ന് ചോദിക്കുക. അതിന് ഞാനെന്താ കാണിച്ചത്? പാർട്ടിക്ക് പോയിട്ട് കുറച്ച് മദ്യപിച്ചു, അതാണ് പ്രശ്നം. മദ്യപിച്ച് മാത്രമല്ലോ. സ്വന്തം ഭാര്യനെ നോക്കാൻ പറ്റില്ലാത്തവരൊന്നും ഭാര്യനെ വിളിച്ചുകൊണ്ട് പാർട്ടിക്ക് പോവരുത്. അവിടെ വെച്ച് ആ ഹൗസ് ഓണർ ഒരു നോട്ടോ അയാളുടെ പറച്ചിലും. ഇത്രയും കാലമായി എന്റെ അച്ഛനോ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരിയധികം പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾ വേണ്ടാത്തൊരു പണിയോ ഒരു ചീത്തപ്പേരോ കേൾപ്പിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ വളർത്തിയത്. പക്ഷെ കേൾക്കാൻ പാടില്ലാത്ത പല വാക്കുകളും അന്ന് ഞാൻ കേട്ടത് അവിടെ വെച്ച്. പക്ഷെ അന്ന് ഞാൻ കുറെ തവണ പറഞ്ഞല്ലേ നമുക്ക് പോകാന്ന്, കാല് പിടിച്ച് പറഞ്ഞല്ലേ. അന്നൊന്ന് അനുസരിച്ചോ? അന്ന് പക്ഷെ എന്റെ വാക്ക് കേൾക്കാണ്ട് നിനക്ക് താല്പര്യമില്ലായിരുന്നു. നിനക്ക് വലുത് നിങ്ങളുടെ കൂട്ടുകാരായിരുന്നു, അവരോടൊപ്പമുള്ള മദ്യപാനം. പക്ഷെ ഒരു ഭാര്യയായി എന്റെ മനസ്സ് നിങ്ങൾ കണ്ടില്ല. ഞാൻ അവിടെ എത്രമാത്രം അപമാനപ്പെട്ട് തല കുനിച്ചാൽ നിന്നേന്നറിയാവോ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് എപ്പോഴും പണം ആ ഒരു ചിന്തയ്ക്കല്ലേ ഉള്ളൂ. നിങ്ങളുടെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിയെടുക്കണം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എന്റെ അഭിമാനം പ്രശ്നമാണ്. അതുകൊണ്ടാ അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോന്നെ. എന്നിട്ട് പോലും ഇത്ര സമയമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊരു വാക്ക് എന്നോട് ചോദിച്ചോ? എന്നിട്ട് നിങ്ങൾ താലി കെട്ടിയെന്ന് വലിയ അവകാശം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തന്നിട്ടാ നിങ്ങൾ ഈ പറയണേന്ന് ചോദിക്കുകയാണ്. ഉത്തരം മുട്ടിപ്പോയി സച്ചിക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? സച്ചി ഒന്നും മിണ്ടാതിരിക്കുക. ഇപ്പൊ എന്താ ഒന്നും മിണ്ടാത്തെ? നിങ്ങളുടെ നാ പറഞ്ഞിപ്പോയിന്ന് ചോദിക്കുകയാണ്. രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളെന്ന് മുൻകൂട്ടി തന്നെ രേവതി തീരുമാനിച്ചിരുന്നു. സച്ചി പറഞ്ഞതേ നീ കുറെ സമയം തൊഴുതുള്ളൂന്ന് കിടന്ന് അലച്ചോണ്ടിരിക്കുന്ന, ഇനി ഒരക്ഷരം മിണ്ടലെന്ന് പറഞ്ഞാൽ മിണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലേ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ കഴിക്കുന്നത്. എന്ത് സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധി ഉണ്ടെന്ന് പറയണം. അവസാനം സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു നീ എന്ത് കുന്തലും കാണിക്കുക, ഞാനങ്ങ് ഈ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി മുറിയിൽ നിന്ന് അങ്ങോട്ട് പോവാണ്. രേവതി ആകെപ്പാടെ കലിപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ചന്ദ്രൻ നേരെ സുധിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്, മുറിയിലേക്ക് ചെല്ലുവാണ്. സുധി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. സുധി പറഞ്ഞു പോട്ടെ മോനെ, അമ്മ നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കൊണ്ടുത്തരും, ഇതല്ലെങ്കിൽ വേറൊന്ന്. സുധി എന്റെ പൊന്നമ്മേ അമ്മ ഇന്ന് പോകാവോ? എനിക്കൊരു സമാധാനം മതി ഇപ്പം. അമ്മ വെറുതെ എന്തിനാ മനുഷ്യനിങ്ങനെ ശല്യം ചെയ്യുന്ന ചോദിക്കുകയാണ്. ചന്ദ്രമതിക്ക് സങ്കടം വന്നു. ഞാൻ നിനക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേടാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്തേ, ഇങ്ങനെയാവുന്ന സ്വപ്നത്തിൽ പോലും കരയരുതെന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതിക്കും ഭയങ്കര സങ്കടമായി. പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിൽ ചന്ദ്രമതി ഇങ്ങനെ പോയിരിക്കുമായിരുന്നു. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു സങ്കടം വിഷമമൊക്കെ ആയിരുന്നു ഉള്ളില്. സുധയുടെ കല്യാണം മുടങ്ങിയത് അതൊക്കെ ഓർത്ത്. അപ്പം ഭാമ ഇങ്ങോട്ട് വന്നിട്ട് എടി കല്യാണം മുടങ്ങിയത് കഴിഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിച്ചിരിക്കണമെന്ന് ചോദിക്കണം. അല്ല ഭാമേ എനിക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ. എന്ത്?
സുധിയുടെ കല്യാണം മുടങ്ങിയത്. ഓ, അതാണ് പ്രശ്നം. അതിനേക്കാളുപരി ആ സച്ചിയുടെ സന്തോഷം ഉണ്ടല്ലോ, അതാണ്. അവൻ എന്തേലും പറയട്ടെ, അവൻ നിന്റെ മോൻ തന്നെ അല്ലേന്ന് ചോദിക്കും. പിന്നെ കഥമണ്ഡപത്തിൽ വെച്ച് നിന്റെ മോൻ ഇട്ടിട്ട് പോയത്രയും വരത്തില്ലോ. ഇതിപ്പോ ഒരു കല്യാണാലോചന വന്നല്ലേ ഉള്ളൂ. അതോ പെണ്ണ് കാണാൻ പോലും വീട്ടിലേക്ക് വന്നില്ല. അതിനു മുമ്പല്ലേ പോയത്. ഇനി ഉറപ്പിച്ച കഴിഞ്ഞിട്ടായി ബന്ധം പോയായിരുന്നെങ്കിലോ എത്രമാത്രം നാണം കണ്ടു വന്നേനും. അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ചന്ദ്രമതിയുടെ ഉള്ളിലേക്ക് രേവതിയുടെ മുഖം കടന്നു വന്നു. സ്തുതിയിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൾ എത്രമാത്രം വിഷമിച്ച് കാണുമായിരിക്കും. പക്ഷെ ഇവിടെ അത് പറയാൻ പറ്റില്ലല്ലോ. ബാമ പറഞ്ഞു, അതെ, ഈ കല്യാണാലോചന കൊണ്ടുവന്ന ആരാ? ഞാനല്ലേ കൊണ്ടുവന്നേ. അപ്പൊ ഇതിനേക്കാളും നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുവരും. ഇതല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ബന്ധം നിനക്ക് കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നെ ഭഗവാനോട് നീ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിക്കുക. ചന്ദ്രമതി പറഞ്ഞു, അത് മാത്രമല്ല എന്റെ പ്രാർത്ഥന. നീ പൊക്കോ, ഞാൻ ഇവിടെ നിന്ന് ഇരിക്കാൻ പോവാന്ന് പറയണേ. ഇവിടെ ഇരിക്കാനോ? അത് കൊള്ളാം, നല്ല കഥയെ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ഇവിടെ വെറുതെ ഇരുന്ന് ഒന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇനി BP ഒക്കെ വെറുതെ കൂട്ടണ്ടെന്ന് പറയാണ്. കഴിഞ്ഞത് പറയാണ്. അങ്ങനെ ബാമനെ അല്ല ചന്ദ്രമതിനെ വിളിച്ചുകൊണ്ട് ബാമ പോരുവാണ്. പിന്നീട് കാണിക്കുന്ന വീട്ടില് രവീന്ദ്രന് കൊണ്ടുള്ള ഗ്ലാസ് ചായയൊക്കെ കൊടുക്കുവാണ് രേവതി. എന്നാ ചായ എന്ന് പറഞ്ഞിട്ട് ഈ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് കടന്നു. ചന്ദ്രമതി വന്നപ്പോൾ രേവതി വിളിച്ചു. സുധി എന്തെന്ന് ചോദിക്കുകയാണ്. രേവതി ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നീടും ചോദിച്ചു. പെട്ടെന്ന് അവള് ചോദിച്ചു, രേവതി ചോദിച്ചു, അല്ല അമ്മയ്ക്ക് ചായ വേണമെന്ന് ചോദിക്കണം. ഞാൻ ചായയുടെ കാര്യമല്ല ചോദിച്ചേ, സുധി എന്തെന്നല്ലേ ചോദിച്ചേ. പറഞ്ഞു, എനിക്കറിയില്ല, ആ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണമെന്ന് പറയണം. രവീന്ദ്രൻ പഠിച്ചു, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചന്ദ്രമതി അവനെ കുറിച്ചൊന്നും അവളോട് ചോദിക്കരുതെന്ന്. പിന്നെ നിനക്ക് നാണമില്ലെന്ന് പിന്നെ എന്തിനാ ചോദിക്കണമെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, ഇവളീ വീട്ടിലുള്ളല്ലേ, ഇവളോടല്ലാതെ പിന്നെ ഞാൻ ആരോടെ പോയി ചോദിക്കുന്നു പറയണം. രവീന്ദ്രൻ പറഞ്ഞു, നീ പോയപ്പോ അവൻ എവിടെയായിരുന്നേ, അവിടെ തന്നെ ഇപ്പോഴും ഇരിപ്പണെന്ന് പറയണം. പിന്നീട് രേവതി കടയിലേക്ക് പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ആ ചേട്ടനെ കണ്ട. രേവതിയുടെ പരിചയത്തിലുള്ള കടക്കാരനായിരുന്നു. ഈ സ്വർണ്ണപ്പണയൊക്കെ എടുക്കുന്ന ആളാണ്. അയാള് രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ബൈക്ക് നിർത്തി. അല്ല, മോള് എങ്ങോട്ടാന്ന് ചോദിക്കണം. ഞാൻ ആ കട വരെ പോവാട്ടാന്ന് പറയണ. അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞു നിർത്തും. എല്ലാം ഇടപെടിയുന്നായിരുന്നില്ലേ. എന്ത് ചെയ്യാനാ, കൃഷ്ണേട്ടൻ ഇല്ലാതെ പോയി. കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ കൃഷ്ണേട്ടൻ ഭയങ്കര സന്തോഷമാവുമായിരുന്നു എന്നൊക്കെ പറയാം. എന്ത് പറയാനായിട്ടാ, ഓരോ മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ. എന്റെ അച്ഛന്റെ കാര്യം ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ എന്ന് പറയാ. ശരി, പിന്നെ മോളുടെ ഭർത്താവിനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു പറയാ. കടയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാല പണയം വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് കൃഷ്ണേട്ടൻ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പണയം വെക്കാൻ വരുമായിരുന്നു. മോളുടെ ഭർത്താവിനെ കണ്ട് നല്ലവനായിട്ടോ അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാവുമെന്ന് പറയാം. മാല പണയം വെച്ച് 75,000 രൂപ ചോദിച്ചേ. അത്ര ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു അതിന്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത്ര പൈസ ഞാൻ കൊടുത്തു. കൃഷ്ണേട്ടന്റെ മരുമോനല്ലേ, അതുകൊണ്ട് എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഒരു നിമിഷം രേവതി ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. രേവതിക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. അപ്പോൾ കൊണ്ട് പണയം വെച്ചത് തന്നെയാണ്. പിന്നീട് സങ്കടത്തോടു കൂടിയാണ് രേവതി വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നപ്പോൾ സച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ സച്ചി കയറി വരുവാണ്. സച്ചിനെ കണ്ടതും രേവതി അങ്ങ് ചാടി എഴുന്നേറ്റ് അങ്ങ് ചെന്ന് സച്ചിനെ നോക്കണം. സച്ചി ഓർത്ത് ഇവൾക്ക് ഇത് എന്ത് പറ്റി, പതിവില്ലാത്ത വിധം നോട്ടം. അപ്പൊ രേവതി സച്ചിയോട് ചോദിച്ചു, അപ്പൊ നിങ്ങള് എന്നോട് കള്ളത്തരം പറഞ്ഞല്ലേന്ന് ചോദിക്കുവാണ്. എന്ത് കള്ളത്തരം പറഞ്ഞ? അല്ല, മാലയുടെ കൊളുത്ത് മാറാൻ കൊടുത്താന്ന് പറഞ്ഞേ. നിങ്ങൾ അതുകൊണ്ട് പണയം വെച്ചല്ലേന്ന് ചോദിക്കുവാണ്. മനസ്സിലായി, രേവതി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അല്ല, നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ഇന്നാ കടക്കാരനെ കണ്ടായിരുന്നു, അയാൾ എന്നോട് എല്ലാ കാര്യം പറഞ്ഞു പറയാം. അതെ, ഞാൻ പണയം വെച്ചാ നിനക്ക് അതിനകത്ത് ഇപ്പൊ വല്ല നഷ്ടമുണ്ടോന്ന് ചോദിക്കുകയാണ്. ഞാൻ കൊണ്ട് പണയം വെച്ചാല് ഒരു നഷ്ടമില്ലല്ലേ. എന്റെ അമ്മ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് വാങ്ങി തന്ന. അല്ല, നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? നിങ്ങൾ ആ മാല കൊണ്ട് പണയം വെച്ച് കുടിക്കുവല്ലേ ചെയ്തത്? കൂട്ടുകാരന്മാരുമായിട്ട് അർമാദിക്കാനില്ലായിരുന്നു അതുകൊണ്ട് പണയം വെച്ചേ. നാളെ പണയം വെക്കാനും വിൽക്കാനും ഒന്നും ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ രാത്രി ഉറങ്ങിക്കിടങ്ങുന്ന സമയത്ത് എന്റെ ദേഹത്ത് സ്വർണം കൂടെ ചിലപ്പോൾ പറിച്ചുകൊണ്ട് പോയി വിൽക്കോ പണയം വെക്കോ എന്തേലും നിങ്ങൾ ചെയ്യും. എന്നിട്ട് നിങ്ങൾ മദ്യപിക്കും. മദ്യപിക്കാനുള്ള പൈസ അങ്ങനെയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കും. അതിനും മടിക്കാത്തവനാന്ന് പറയണം. ഇത് കേട്ടതും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം. സച്ചി പെട്ടെന്ന് പറഞ്ഞു, അതിന് നിനക്ക് എത്രമാത്രം ഒഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, എന്റെ അച്ഛമ്മ കൊണ്ടു കൊടുത്ത പൈസ കൊണ്ട് വാങ്ങിയ സാധനമല്ലേ, പിന്നെ നീ എന്തിനാ എത്ര വേവലാതിപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. രേവതിക്ക് അങ്ങോട്ട് മുഖത്തടിയേറ്റവല്ലേ പോയി. രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സച്ചി അങ്ങനെ പറയുന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.